ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ കാത്തിരിപ്പിനും ഹാർഡ് വർക്കിനും ശേഷം ജസ്റ്റ് 50 മിനിറ്റ് കൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ 8,500 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഇത് റാൻഡമല്ല. ഇതിനു മുമ്പ് ഞാൻ വളരെ അധികം ബാക്ക് ടെസ്റ്റും ചെയ്തു, ചാർട്ട് അനാലിസിസും ചെയ്തു, മാർക്കറ്റ് സിറ്റുവേഷൻ പഠിച്ചു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഞാൻ 8,500 പ്രോഫിറ്റ് മേക്ക് ചെയ്തു എന്നതാണ്. എൻട്രിയിൽ നിന്നും എക്സിറ്റിൽ നിന്നും വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ ട്രേഡ് എടുത്തത് ഗോൾഡിലാണ്. ഞാൻ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ വീക്ക് ഓപ്പൺ ആയപ്പോഴാണ് ഞാൻ ഈ ട്രേഡിംഗ് പ്ലാൻ ചെയ്തത്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ ബയസ് കണ്ടെത്തി, ലോവർ ടൈം ഫ്രെയിമിൽ ഞാൻ എൻട്രി സെറ്റപ്പ് കണ്ടുപിടിച്ചു. ഇതെല്ലാം ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തത് സിമ്പിൾ പ്രൈസ് ആക്ഷൻ പ്ലസ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ആണ്. ഞാൻ ഒരിക്കലും റാൻഡം ട്രേഡ് എടുക്കില്ല. എവറി എൻട്രി ഒരു പ്ലാൻ ഉണ്ട്, ഒരു റിസ്ക് മാനേജ്മെന്റും എനിക്കുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ എൻട്രി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, വീക്ക് ഓപ്പൺ ആയപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു ഗ്യാപ്പില്ല, ഇത് ഫില്ല് ചെയ്യാനും വേണ്ടി മാർക്കറ്റ് ഒന്ന് ഈ ഗ്യാപ്പ് വോളിയം ഇംബാലൻസ് ഒന്ന് ഫില്ല് ചെയ്യാനും വേണ്ടി മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിക്കാണ്ട് പിന്നെ ഫില്ല് ചെയ്ത് കണ്ട് മാർക്കറ്റ് ഡൗൺ ആയി. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രക്ചർ ബിയറിഷ് ആണെന്ന്. അങ്ങനെ ആ ബിയറിഷ് സ്ട്രക്ചർ ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ എൻട്രിക്ക് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻട്രിക്ക് ഞാൻ പ്ലാൻ ചെയ്തത് ഗ്യാപ്പിനെയാണ് പെൻഡിങ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കുറേ ഓർഡേഴ്സ് ഉണ്ടാവും. ആ ഓർഡേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊണ്ട് മാർക്കറ്റ് ബിയറിഷിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രിക്ക് പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എനിക്ക് ഇത് ബയേഴ്സ് എനിക്ക് മനസ്സിലായി, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എനിക്ക് മനസ്സിലായി. ഇതിന് ശേഷം ബയേഴ്സ് എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ഡൗൺ ആവാനാണ് ചാൻസസ് കൂടുതലെന്ന്. ഞാൻ കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്തതായിരുന്നു ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് MSS ഒക്കെ എനിക്കിവിടെ ഒരു MSSും കിട്ടി, പിന്നെ ഒരു ഇൻഎഫിഷ്യൻസി ഏരിയ ആയ ഒരു FEGയും കിട്ടി. FEG എന്താണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എനിക്കിവിടെ ഒരു FEGയും കിട്ടി. ആ FEGയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ ഒരു BPR ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് FEG തന്നെയായിരുന്നു. അത് രണ്ട് FEG കൂടി ചേരുന്ന FEG ആണ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് FEG എന്ന് പറയുന്നത്. അങ്ങനെ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് FEG കിട്ടിയപ്പോഴായിരുന്നു നമ്മൾ എൻട്രിക്ക് പ്ലാൻ ചെയ്തത്. അതിൽ തട്ടി മാർക്കറ്റ് റിജക്റ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു വിക്ക് ക്യാൻഡിൽ കൊണ്ട് റിജക്റ്റ് ആയത്. ഈ റിജക്റ്റ് ആയ പിന്നെ ഉണ്ടായ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രിക്ക് പ്ലാൻ ചെയ്തത്. അവിടുന്ന് ഞാൻ എൻട്രി എടുത്തു. 3,365 നിന്ന് ഞാൻ എൻട്രി എടുത്തു. 3,360 എൻ്റെ TP. ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് 3,369 ഇൻഎഫിഷ്യൻസി ക്യാൻഡലിൻ്റെ ഹൈ റേഞ്ചിലായിരുന്നു ഞാൻ SL വെച്ചിരുന്നത്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, എങ്ങനെയായിരുന്നു ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാൻ MyFX ബുക്ക് എന്ന പൊസിഷൻ കാൽക്കുലേറ്റർ എന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഇവിടെ ഉണ്ടാകും കറൻസി പെയർ. ഇവിടെ XAI USD എന്നാക്കുക. നമുക്ക് വേണ്ട പെയർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം പെയറിന് പല പെയറിനും പല പിപ്പ് വാല്യൂയിൽ വ്യത്യാസം ഡിഫറെൻ്റ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇത് കറക്റ്റ് കൊടുക്കുക. XAI USD എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ അക്കൗണ്ട് കറൻസി ഏത് ടൈപ്പിലാണ് കിടക്കുന്നത് എന്ന് കൊടുക്കുക. എൻ്റെ USDയിലാണ് കിടക്കുന്നത്, ഞാൻ USD എന്ന് കൊടുക്കും. പിന്നെ നമ്മുടെ അക്കൗണ്ട് സൈസ് എന്ന് കൊടുക്കുക. എൻ്റെ ഫണ്ടഡ് അക്കൗണ്ടാണ്, അതുകൊണ്ട് 10K ഫണ്ടഡ് അക്കൗണ്ട് ആയതുകൊണ്ട് 10K ഫണ്ടഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാനിവിടെ 10K എന്ന് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കൊടുക്കണം. ഇവിടെ 1 or 2 ഇതിലും നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ റിസ്ക് ചെയ്യുന്ന പെർസെൻറ്റേജ് എത്രയാണെന്ന് കൊടുക്കുന്നത്. സോപ്പ് വിത്ത് മണിയിലും കൊടുക്കാം. ഞാൻ റിസ്ക് മണിയിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് സോപ്പ് വിത്ത് മണി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ സോപ്പ് വിത്ത് മണി എന്നാക്കിയതിന് ശേഷം ഞാൻ റിസ്ക് എടുക്കുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തു. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പിപ്പ് കൊടുക്കാണ്ട് അവിടെ ഞാൻ പിപ്പ് വാല്യൂ ഇവിടെ കണ്ടെത്തി. സ്റ്റോപ്പ് ലോസിന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ ഇവിടെ ഈ SLന്റെ ഇതില്ലേ അവിടുത്തെ അത് 284 എൻ്റെ 284 ഞാൻ കണ്ടെത്തിയതിനു ശേഷം ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് എന്ന് കൊടുത്തു. ലാസ്റ്റത്തെ ട്രേഡ് സൈസ് ലോഡ് സൈസ് ഒന്നും കൊടുക്കേണ്ട, കാൽക്കുലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾ എത്ര ലോട്ടിലാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. ഞാൻ അങ്ങനെയാണ് 0.2 ലോട്ട് എടുത്തത്. ഞാൻ $59 ഇവിടെ റിസ്ക് ചെയ്തത്. കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരുന്നു എൻ്റെ. നിങ്ങളും ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1:2 1:4 1:3 മാക്സിമം എടുക്കാൻ നോക്കുക. 1:1 ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഒരു നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളിൽ പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ടാർഗറ്റ് അവിടെ വെച്ചത്, എൻ്റെ ടാർഗറ്റ് അടിച്ചാണ് മാർക്കറ്റ് റിവേഴ്സലാവാൻ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഞാൻ ടാർഗറ്റ് എന്താണ് അവിടെ വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ സെൽ സൈഡ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സലായത്. ആ സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ ആയിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. ആ സെൽ സൈഡ് ലിക്വിഡിറ്റി പെൻഡിങ് ലിക്വിഡിറ്റി ആയ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സീപ്പ് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയത്. സോ ടാർഗറ്റും SLും വെക്കുമ്പോൾ കറക്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്സിനെ ക്യാപ്ചർ ചെയ്ത് കണ്ട് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇവിടെ ഒരു ലിക്വിഡിറ്റി പൂളാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ആ ലിക്വിഡിറ്റി പൂള് സംഭവിച്ചതിന് ശേഷമാണ് അവിടെ ട്രാപ്പ് സംഭവിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സലായത്. ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണുന്ന $100 പ്രോഫിറ്റ്, അതായത് ഇന്ത്യൻ റുപ്പീസ് അപ്രോക്സ് 8,800 rupees.
സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു എമൗണ്ട് അല്ല, പക്ഷേ ട്രേഡിംഗ് ജേണിയിൽ ഇതൊരു നല്ല സ്റ്റെപ്പാണ്. ഈ പ്രോഫിറ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് പ്ലാനിങ്ങും പേഷ്യൻസും ഡിസിപ്ലിനും കൊണ്ടാണ് ഞാൻ നേടിയത്. ഒരു ട്രേഡറിനെ സക്സസ് ആക്കുന്നത് ഒരു സിംഗിൾ പ്രോഫിറ്റ് അല്ല, കൺസിസ്റ്റൻസി പ്ലസ് ഡിസിപ്ലിൻ ആണ് റിയൽ സക്സസ്. എനിക്ക് ട്രേഡിംഗിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം. ഇമോഷനിൽ ഒരിക്കലും നടക്കാൻ പാടില്ല കേട്ടോ. ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും ഫാസ്റ്റ് മണി നോക്കരുത്. ഇതൊക്കെ പേഷ്യൻസിലൂടെ വരുന്ന റിസൾട്ടാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്കും ഇതുപോലെ പ്രോഫിറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജേണി കൂടി ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ട്രേഡ് ബ്രേക്ക് ഡൗൺസും സ്ട്രാറ്റജീസും ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വൺ.